യൂണിയൻ ക്യാബിനറ്റ്, പ്രൈം മിനിസ്റ്റർ മാത്രമല്ല യൂണിയൻ ക്യാബിനറ്റ് എൻറ്റയർലി എഴുതി ഒപ്പിട്ടിട്ട് ആർക്ക് കൊടുക്കണം? പ്രസിഡന്റിന് ആ ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കും. ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആൻഡ് പാർട്ട് 2 വീഡിയോ ഓഫ് ഇന്ത്യൻ പോളിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മണി ബിൽ. ഓക്കെ, മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മണി ബില്ല് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബില്ലുകളുണ്ട്. ഓർഡിനറി ബില്ലുണ്ട്, മണി ബില്ലുണ്ട്, ഫിനാൻസ് ബില്ലുണ്ട്. ഫിനാൻസ് ബില്ല് തന്നെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്, എസ്പെഷ്യലി റിലേറ്റഡ് ടു ഫിനാൻസ് ആൻഡ് മണി റിലേറ്റഡ് മാറ്റേഴ്സ്. ഓക്കെ, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട, ടാക്സേഷനുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റ് ഫിനാൻസ് ബോറോവിങ്ങുമായി ബന്ധപ്പെട്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫിനാൻസ് ബില്ലിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, പറയുന്നുണ്ടായിരിക്കാം. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. ശരിയാണല്ലോ. ഈ മണി ബിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ, അതാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഖജനാവ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ പൈസ മുഴുവൻ, ജനങ്ങളുടെ പൈസ മുഴുവൻ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടി അല്ലേ. അപ്പൊ അതിലെ കാശെടുത്ത് ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഓക്കെ, സോ ആ കാശ് നമ്മുടെ കാശാണ്. അതെടുത്ത് ചെലവാക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ സമ്മതം വേണം? നമ്മളുടെ സമ്മതം വേണം. നമുക്ക് ഓരോരുത്തർക്കും അവിടെ പോയിട്ട് ഗവൺമെന്റിനോട് സമ്മതം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യം, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ജനപ്രതിനിധികൾ എവിടെ ഇരിക്കുന്നുണ്ട്? പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്, ലോക്സഭയിൽ ഇരിക്കുന്നുണ്ട്. ലോക്സഭയിലെ നമ്മുടെ ജനപ്രതിനിധികൾ സമ്മതിച്ചാൽ എന്ത് ഡീൽ ചെയ്യാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സെൻസിലാണ് ലോക്സഭയിൽ മാത്രമേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ദാറ്റ് വൺ ഈസ് കറക്റ്റ്. ദ രാജ്യസഭ ക്യാൻ റിജക്ട് ഓർ അമെൻഡ് എ മണി ബിൽ. ഓക്കെ, രാജ്യസഭയ്ക്ക് അതിൽ വലിയ അധികാരങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയോട് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ആർക്ക് സ്വീകരിച്ചാൽ മതി? ലോക്സഭയ്ക്ക് സ്വീകരിച്ചാൽ മതി, യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, മാക്സിമം ഒരു 14 ദിവസം വൈകിപ്പിക്കാൻ വേണ്ടി പറ്റും. അത്ര മാത്രമേ രാജ്യസഭയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 14 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? ലോക്സഭയിലേക്ക് റിപ്ലൈ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതല്ലാതെ രാജ്യസഭയ്ക്ക് അത് റിജക്ട് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ ഉള്ള അധികാരമൊന്നുമില്ല. Okay, the decision of the Speaker of the Lok Sabha is final on whether a bill is money bill or not. Okay, അത് നമ്മളുടെ 2 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആണ് പാർലമെന്റിലുള്ളത്. ഒന്ന് ലോക്സഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ ചെയർമാനും. ഓക്കെ, ഇവർ രണ്ടുപേരും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആണെങ്കിലും ഇതിൽ സ്പീക്കർക്ക് 2 പ്രധാനപ്പെട്ട അധികാരങ്ങൾ എക്സ്ട്രാ നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. സ്പീക്കറാണ് അതിൽ പവർഫുൾ ആയിട്ട് വരുന്നത്. അതിലൊന്നാണ് ഈ മണി ബില്ലിന്റെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തേതാണ് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിങ്ങുകൾക്ക് പ്രിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഓൾവേസ് ആൻഡ് ഓൾവേസ് അത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ലോക്സഭ സ്പീക്കർ ആയിരിക്കും. സോ എന്താണ് മണി ബിൽ? മണി ബില്ല് സർട്ടിഫൈ ചെയ്യുന്നത്, ഒരു ബില്ല് വരുമ്പോൾ അത് മണി ബില്ലാണോ എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. ആൻഡ് വിത്ത് ദാറ്റ് റിഗാർഡ് ആ ഒരു ഡിസിഷൻ, സ്പീക്കറുടെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, ദ പ്രസിഡന്റ് കനോട്ട് റിട്ടേൺ എ മണി ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഓക്കെ, അതും ട്രൂ ആണ്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരുടെ പ്രയോർ റെക്കമെൻഡേഷൻ വേണം? പെർമിഷൻ വേണം. പ്രസിഡന്റിന്റെ പ്രയോ പെർമിഷൻ വേണം. അങ്ങനെ പ്രസിഡന്റിന്റെ പ്രയോ പെർമിഷനോട് കൂടി നമ്മൾ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് അത് ഒപ്പിടാൻ വേണ്ടി പ്രസിഡന്റിന് കൊടുക്കുമ്പോൾ തിരിച്ചുകൊണ്ട് പോടാ എന്ന് പറയുന്നത് എന്തല്ല? ശരിയായിട്ടുള്ള ഒരു നടപടിക്രമമല്ല. പ്രസിഡന്റ് സമ്മതിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്? കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓക്കെ, സോ 1, 3 and 4. ഓക്കെ, 1, 3 and 4 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ഈസ് സമ്മൺഡ് ബൈ ദ പ്രസിഡന്റ് ടു റിസോൾവ് എ ഡെഡ്ലോക്ക് ഓൺ എ ബിൽ. ഓക്കെ, നമുക്കറിയാം പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിങ്ങുകൾ പ്രസിഡന്റ് വിളിച്ചു ചേർക്കാറുണ്ട്. ചില പെർട്ടിക്കുലർ ബില്ലുകളിൽ ഡെഡ്ലോക്ക് വരുമ്പോൾ, ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ഹൗസിൽ പാസ്സായി, ഇതർ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ പാസ്സായി, ആൻഡ് ദി അതർ ഹൗസ് അതിന് എഗ്രി ചെയ്യുന്നില്ല. അവിടെ ആ ബില്ല് ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് കൺവീൻ ചെയ്യും. നോക്കാം. ഓക്കെ, ഓർഡിനറി ബിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിൽസ് ആർ നോട്ട് എലിജിബിൾ ഫോർ എ ജോയിന്റ് സിറ്റിംഗ്? ഓർഡിനറി ബിൽസിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ജോയിന്റ് സിറ്റിങ്ങുകൾ വിളിക്കാൻ പറ്റുക. മണി ബില്ലിന്റെ കേസിലും വിളിക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലുകളുടെ കേസിലും വിളിക്കാൻ പറ്റില്ല. മണി ബില്ലിന്റെ കേസിൽ വിളിക്കാൻ പറ്റാത്തത് നമുക്കറിയാം. മണി ബിൽ എന്ന് പറയുന്നത് ആരുടെ അധികാരമാണ്? ലോക്സഭയുടെ അധികാരമാണ്. രാജ്യസഭയ്ക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല.
ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പാസ്സാക്കണമെന്ന് ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കണമെന്ന് ഭരണഘടനയ്ക്കകത്ത് പറയുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ്സാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മണി ബില്ലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലും 2 and 3 അതിന് എന്ത് പറ്റില്ല, ജോയിന്റ് സിറ്റിംഗ് പറ്റില്ല. 2 and 3 ഓൺലി. ഓപ്ഷൻ ബി. ഓക്കെ, ഗവർണർ. വിത്ത് റെഫറൻസ് ടു ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചിരിയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഗവർണറുടെ ഓഫീസിനെ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിനുള്ള കാരണങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, governor is appointed by the president by warrant under his hand and seal. Okay, by warrant under his hand and seal. Okay, എന്നുള്ളതുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, പ്രസിഡന്റ് നേരിട്ട് മുദ്ര വെച്ച് ഒപ്പുവെച്ചിട്ട് എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസസിലേക്കും പ്രസിഡന്റ് നേരിട്ട് ബൈ വാറണ്ട് അണ്ടർ ഹിസ് അല്ല ഹർ ഹാൻഡ് ആൻഡ് സീലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതല്ലാത്ത ആളുകളെയൊക്കെ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതിന്റെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഗവർണർ ഒബ്വിയസ്ലി ഇസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ബൈ വാറണ്ട് അണ്ടർ ഹിസ് ഓർ ഹർ ഹാൻഡ് ആൻഡ് സീൽ. ഓക്കെ, he or she holds office during the pleasure of the president. Okay, pleasure of the president. Okay, പ്രസിഡന്റിന് സുഖമുള്ളിടത്തോളം കാലം ഓഫീസിൽ ഇരിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ഒരു ക്ലോസ് ആണ്, ഭരണഘടനയ്ക്കകത്തുള്ള ഒരു ക്ലോസ് ആണ്. ഓക്കെ, നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് കൂട്ടി വായിക്കണം. പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. അതല്ലാതെ ഒരിക്കലും ഈ അപ്പോയിന്റ്മെന്റുകളൊന്നും പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം നടത്തുക. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, പറയുന്ന ഒരാളെ പിടിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിയ ഒരാളെയാണല്ലോ പിടിച്ച് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അവര് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ആ ഒരു ആഗ്രഹപ്രകാരം അല്ല, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ എന്തായി, ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവരുടെ മുകളിലുള്ള പ്ലഷർ നഷ്ടപ്പെട്ടു. ഓക്കെ, ആ പ്ലഷർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരോട് റെക്കമെൻഡ് ചെയ്യും, പ്രസിഡന്റിനോട് പറയും, ഇനി അവൻ വേണ്ട, അങ്ങ് തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഇങ്ങനെയാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇതുപോലെയുള്ള ഒരു ഓഫീസാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഗവർണറുടെ ഓഫീസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഹോൾഡ്സ് ദി ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി ഇന്ത്യൻ പ്രസിഡന്റ്, അതും ട്രൂ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ സ്പെസിഫിക് പ്രൊസീജിയർ ഫോർ ദി റിമൂവൽ ഓഫ് ദി ഗവർണർ. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഈവൻ ഇന്ത്യൻ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വരെ നമുക്ക് ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ഫോർ ദ വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഗവർണർ മര്യാദയ്ക്കല്ല പണിയെടുക്കുന്നതെങ്കിൽ ഗവർണറെ ആ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനുള്ള യാതൊരു പ്രൊവിഷനും ഭരണഘടനയ്ക്കകത്തില്ല. ഈതർ ദ പേഴ്സൺ ഹാസ് ടു റിസൈൻ ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്, അതല്ലെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, പിടിച്ച് പുറത്താക്കണം. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള യാതൊരു പ്രൊവിഷൻസും ഭരണഘടനയ്ക്കകത്ത് പറയുന്നില്ല. സോ ഓപ്ഷൻ 3 തെറ്റാണ്. ഓക്കെ, സോ 1 and 2 അത് രണ്ടുമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 and 2. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ordinance making power of the governor is similar to that of the president but with some differences. Okay, which of the following statements is or are correct in this context? നമുക്ക് പ്രസിഡന്റിനും അതുപോലെ ഗവർണർക്കും നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു അധികാരമാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഡിനൻസ് മേക്കിംഗ് പവർ അത് പ്രസിഡന്റും ഗവർണറും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ ഗവർണർ ക്യാൻ ഇഷ്യൂ ആൻ ഓർഡിനൻസ് ഓൺലി വെൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് നോട്ട് ഇൻ സെഷൻ. അതങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെഷനിൽ ഇല്ലാത്ത സമയത്ത് ആ നിയമനിർമ്മാണം ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ഒരു നിയമം നിർമ്മിക്കേണ്ട വരുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് നടന്നു പോകാൻ ഭരണഘടനയ്ക്കകത്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദ ഗവർണർ മസ്റ്റ് ബി ലേഡ് ബിഫോർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വെൻ ഇറ്റ് റീഅസംബിൾസ്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അത് എന്ത് ചെയ്തിരിക്കണം, അത് നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിയുടെ മുന്നിൽ വെച്ചിരിക്കണം. ഓക്കെ, നമുക്കറിയാം മാക്സിമം 6 മാസത്തിൽ ഒരിക്കൽ എന്ത് കൂടിയിരിക്കണം, നമ്മളുടെ അസംബ്ലി കൂടിയിരിക്കണം. അങ്ങനെ 6 മാസത്തിനുള്ളിൽ അസംബ്ലി കൂടുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവർണർ ഉണ്ടാക്കിയ ഓർഡിനൻസ് അവിടെ സഭയിൽ വെച്ച് അതിന്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം. ഓക്കെ, അതും ട്രൂ ആണ്.
ഓക്കെ. An ordinance issued by the governor has the same force and effect of an act of the state legislature. ഒബ്വിയസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒരു സംസ്ഥാന നിയമസഭ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ എല്ലാ എഫക്റ്റും എന്തിനുണ്ടായിരിക്കും? ഗവർണർ ഉണ്ടാക്കുന്ന ആ ഒരു ഓർഡിനൻസിനുണ്ടായിരിക്കും. പ്രൊവൈഡഡ് അതെന്താണ്? ഒരു ടെമ്പററി ലെജിസ്ലേഷൻ ആണെന്ന് മാത്രം. നിയമസഭ റീഅസംബിൾ ചെയ്യുന്നത് വരെ ഉള്ള കാലഘട്ടത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടെമ്പററി ലെജിസ്ലേഷൻ ആണ്. പിന്നീട് അത് നിയമസഭ അപ്രൂവ് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ബാക്കി എല്ലാ അർത്ഥത്തിലും ആ ടെമ്പററി ലെജിസ്ലേഷൻ ആണെന്നുള്ള ആ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭകളോ ഉണ്ടാക്കുന്ന നിയമത്തിന്റെ അതേ എഫക്റ്റ് എന്തിനുണ്ടായിരിക്കും? ആ ഒരു നിയമത്തിന് ഉണ്ടായിരിക്കും, ഓർഡിനൻസിന് ഉണ്ടായിരിക്കും. 1, 2, 3 മൂന്നും എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, ഓൾ ആർ കറക്റ്റ്. ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കണം. പലപ്പോഴും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ മാക്സിമം വാലിഡിറ്റി ഓഫ് ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് ചോദിക്കാറുണ്ട്. ഗവർണറുടെ കേസ് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറയണ്ടായി, നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് 2 സെഷൻസ്, അതിപ്പോൾ പാർലമെന്റിന്റെ ആണെങ്കിലും നിയമസഭയുടെ ആണെങ്കിലും 2 സെഷൻസിനിടയ്ക്കുള്ള മാക്സിമം ഡ്യൂറേഷൻ എത്രയിൽ കൂടാൻ പാടില്ല? 6 മാസത്തിൽ കൂടാൻ പാടില്ല. ഇനി ഭരണഘടന എന്ത് പറയുന്നുണ്ട്? അങ്ങനെ അസംബ്ലി റീഅസംബിൾ ചെയ്തതിന് ശേഷം, സഭ നിലവിൽ വീണ്ടും മീറ്റിംഗ് കൂടിയതിന് ശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ 6 വീക്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് ആ ഒരു ഓർഡിനൻസ് അപ്രൂവ് ചെയ്തിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പം മാക്സിമം സമയം എത്ര കിട്ടും? 6 months and 6 weeks. അതാണ് ഒരു ഓർഡിനൻസിന് കിട്ടുന്ന, വിതൗട്ട് അപ്രൂവൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ഒരു ഓർഡിനൻസിന് കിട്ടുന്ന മാക്സിമം കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 മാസവും 6 ആഴ്ചയും എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, which of the following is or are grounds for disqualification of a member of parliament under the constitution? See, നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻസ് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആവണം, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ലോക്സഭയിലേക്കാണെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു, അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ ഒരുപാട് ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മുടെ എന്തിലുണ്ട്? MP മാർക്ക് വരുന്നുണ്ട്. ഭരണഘടനയ്ക്കകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ട് എന്ത് വരുന്നുണ്ട്? ഈ 10th ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ 1951 റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1951 ബന്ധപ്പെട്ടിട്ടും ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻസ് MP മാർക്ക് വരുന്നുണ്ട്. MLA മാർക്കും അപ്ലിക്കബിൾ ആണ്. ഈ സെയിം രണ്ടും ഒരേപോലെയാണ് കേട്ടോ. MP മാരുടെയും MLA മാരുടെയും ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ 3 കാറ്റഗറി ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഗ്രൗണ്ട്സ് ആണ്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നാമത്തെ കാര്യം ഉണ്ട്. അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാതിരിക്കാം. അത് കോർട്ട് ഡിക്ലെയർ ചെയ്യും, ഇയാൾക്ക് കടം വാങ്ങിയത് തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാത്ത, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തനാണെന്ന് കോർട്ട് പറഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്റ്റായി, പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കാത്ത പാപ്പരാസിയാണെന്ത്? അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. അൺഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇപ്പോഴും കടക്കാരനാണ്, വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാനുള്ളവനാണ്. അങ്ങനെ ഒരുത്തനെ പാർലമെന്റിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വോളണ്ടറിലി അക്വയർസ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ വേണ്ട ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് MP എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് വോളണ്ടറിലി അക്വയർ സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്. ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് പ്രിൻസിപ്പിൾസ് പ്രകാരം നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, സിംഗിൾ നാഷണാലിറ്റി ആണ്. ആസ് ആൻഡ് വെൻ വി അക്വയർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതായിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പാടില്ല. അൺസൗണ്ട് മൈൻഡ് ആൻഡ് എ കോമ്പീറ്റന്റ് കോർട്ട് ഹാസ് ഡിക്ലെയർഡ് ഹിംസോ ഓർ ഹേഴ്സോ. അൺസൗണ്ട് മൈൻഡ്, ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള കോർട്ട് പ്രൂവ് ചെയ്യുക. മെഡിക്കൽ എക്സാമിനേഷന് ശേഷം ഒരു കോർട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാളെ പാർലമെന്റിൽ കൊണ്ടിരുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അല്ലെ. ചിലരുടെ കളികൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് തോന്നാറുണ്ട്? ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നാറുണ്ടെങ്കിലും, പക്ഷെ അതെന്ത് പറയണം? കോർട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പറയേണ്ടതുണ്ട് എന്താണെന്ന്, അൺസൗണ്ട് മൈൻഡ് ആണെന്ന് ഒരു കോർട്ട് ഡിക്ലെയർ ചെയ്താൽ. അപ്പോൾ ഈ 4 ഗ്രൗണ്ട്സും എവിടെ പറയുന്നുണ്ട്? ഭരണഘടനയിൽ പറയുന്നുണ്ട്. സോ 1, 2, 3 and 4. ഇനി ഇതെല്ലാം ഭരണഘടനയ്ക്കകത്ത് പറയുന്നതാണ്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1951. 1951 ആണ്. വി ഓൾസോ ഹാവ് എ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ്
പീപ്പിൾസ് ആക്ട് ഇൻ 1950. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇത് ഗ്രൗണ്ട് വർക്ക് ഫോർ ഇലക്ഷൻസ് ആണ് 1950-ലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ലൈക്ക് ഡീലിമിറ്റേഷൻ, അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു ഇന്ത്യൻ പാർലമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ റിയൽ കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് ആണ്. ഓക്കെ, ഇലക്ഷൻ നടക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ഓക്കെ, ഇലക്ഷൻ മെഷീനറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1951-നകത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ 1951-ലെ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ടിനകത്തുകൊണ്ട് അഗെയിൻ ഭരണഘടനയ്ക്കകത്ത് തന്നെ 10th ഷെഡ്യൂൾ, നമ്മൾ അതിനെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും, കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയും. അത് പ്രകാരവും ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഓക്കെ, ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ ബുൾവാക്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ മാലാകമാർ അല്ലെങ്കിൽ സംരക്ഷകർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. ഓക്കെ, ഇവരാണ് നമ്മൾ ബുൾവാക്സ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പബ്ലിക് പേഴ്സിന്റെ, ഓക്കെ, നമ്മുടെ പൊതുഖജനാവിന്റെ, പൊതു സമ്പത്തിന്റെ കാവൽക്കാരനാണ് ആര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. CAG will hold office for a period of 6 years from the date of he shall vacate office on attaining the age of 65 years. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 6 years or 65 years of age, അതാണ് ആരുടെ ടെന്യൂർ ഇൻ ഓഫീസ് എന്ന് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ആ ഒരു ടെന്യൂർ ഇൻ ഓഫീസ് എന്ന് പറയുന്നത് 6 years or 65 years of age. Okay, next, powers of CAG are derived from the Constitution of India. Yes, definitely. നമുക്കറിയാം CAG എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, നമ്മളുടെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 148 പ്രകാരം, ഓക്കെ, ആർട്ടിക്കിൾ 148 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പബ്ലിക് പേഴ്സന്റെ ഡിഫൻഡർമാരിൽ ഒരാളാണ് ആര്, CAG എന്ന് പറയുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസായിട്ട്, ഓക്കെ, ഭരണഘടനാപരമായിട്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ടുള്ള ഒരു ഓഫീസായിട്ടാണ് CAGയുടെ ഓഫീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതും എന്താണ്, ട്രൂ ആണ്. The CAG is a multi-member body appointed by the President of India in consultation with the Prime Minister and the Council of Ministers. Okay, 2 പാർട്ടാണ് അത്. ഓക്കെ, ഒന്ന് മൾട്ടി മെമ്പർ ബോഡി ആണെന്നുള്ളത്, 2 അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അത് ഉറപ്പാണ്. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെയും തലപ്പത്തേക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. പക്ഷെ പ്രശ്നം, CAG എന്ന് പറയുന്നത് ഒരു മൾട്ടി മെമ്പർ ബോഡി അല്ല. ലൈക്ക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്ക് മൾട്ടി മെമ്പർ ബോഡിയാണ്. പക്ഷേ CAG എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്പർ ബോഡിയാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, the CAG may be removed by the president only on an address from both the houses of parliament on the grounds of proven misbehavior or incapacity. Misbehavior or incapacity. Okay, grounds for removal of honorable judges of the Supreme Court and High Court. High Court ജഡ്ജസിനെയും സുപ്രീം കോർട്ട് ജഡ്ജസിനെയും റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് ഭരണഘടന പറഞ്ഞിട്ടുള്ള മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, ഓക്കെ, അതേ കാരണങ്ങളുടെ പുറത്ത് മാത്രമേ ആരെ പുറത്താക്കാൻ പറ്റൂ, CAGയെ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ. അതേ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വഴി പാർലമെന്റിൽ റെസൊല്യൂഷൻ പാസ്സാക്കി അതിനനുസരിച്ച് മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഓഫീസിൽ നിന്ന് CAGയെ നീക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്? ടു എൻഷുർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതല്ല, എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റ് പിടിച്ച് പുറത്താക്കുന്ന ഒരു ഓഫീസാണെങ്കിൽ ആ ഓഫീസിലെ ആ ഓഫീസ് ഹോൾഡർ ആർക്ക് ആജ്ഞാനുവർത്തിയായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക, ഗവൺമെന്റിന്റെ ആജ്ഞാനുവർത്തിയായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക, അതല്ലാതെ ജനങ്ങളുടെ ആജ്ഞാനുവർത്തിയായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ, ഇൻഡിപെൻഡൻസ് ഓഫ് CAG ഓഫീസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊവിഷനിലൂടെ നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അപ്പോൾ 1, 2 and 4 ആർ ദ റൈറ്റ് ഓപ്ഷൻസ്. 1, 2 and 4. ഓക്കെ, നെക്സ്റ്റ്, National Commission for Scheduled Caste. Okay, National Commission for Scheduled Caste. It is a constitutional body established under Article 338. It has the powers of a civil code. It submits a report to the president. Okay, നമുക്ക് പുറകിൽ നിന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെയാണ് ഷെഡ്യൂൾഡ് ട്രൈബും. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസങ്ങളും ഇല്ല, എല്ലാ അർത്ഥത്തിലും സെയിം ആണ്. ഒറ്റ വ്യത്യാസം, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന് ചില അഡീഷണൽ ഫങ്ഷൻസ് ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പോയിന്റ്മെന്റ്, മെമ്പേഴ്സ്, ടെന്യൂർ, കണ്ടീഷൻസ് ഓഫ് ഓഫീസ് എല്ലാം സിമിലർ ആണ്. നോക്കാം.
ഇറ്റ്സ് റിപ്പോർട്ട്സ് ആർ സബ്മിറ്റഡ് ടു ദ പ്രസിഡന്റ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും CAG ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിലും ഇവരുടെ എല്ലാം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഡയറക്ട്ലി ആർക്കായിരിക്കും? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കായിരിക്കും. പ്രസിഡന്റ് ആണ് വിത്ത് ആൻ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ആ റിപ്പോർട്ടുകൾ എവിടെ സബ്മിറ്റ് ചെയ്യുക? പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ട്രൂ. ഓക്കെ, ഇറ്റ് ഹാസ് ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട്. ഓക്കെ, നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നതാണ്. ഒരു കേസ് പരിഗണിക്കുന്ന ഒരു സിവിൽ കോർട്ടിന്റെ എല്ലാ അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? ഈ കമ്മീഷൻ ഉണ്ടായിരിക്കും. സിവിൽ കോർട്ടിന്റെ അധികാരം എന്ന് പറയുമ്പോൾ ആളുകളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുക, സമൺ ചെയ്യുക എന്ന് പറയും. എവിഡൻസുകൾ ഹാജരാക്കുക, അതിനെ എക്സാമിൻ ചെയ്യുക. ഓക്കെ, പബ്ലിക് റെക്കോർഡ്സ് ഓഫീസുകളിൽ നിന്ന് ആവശ്യപ്പെടുക. ഇത്തരത്തിൽ കോടതികൾ ചെയ്യുന്ന, സിവിൽ കോർട്ടുകൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ആർക്കുണ്ടായിരിക്കും? നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, ഇതിന് രണ്ടിനും ഉണ്ടായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 338. ഓക്കെ, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം, വേറെ ഒന്നുമല്ല. ഒറിജിനലി നമ്മുടെ പാർട്ട് 16 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെയാണ് ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് പറയുന്നത്. ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 338 സ്പെഷ്യൽ ഓഫീസർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഒരു ഓഫീസർ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പൊസിഷനാണ് അതിന് ഒറിജിനൽ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് 65ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി 65th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1990 വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്പൈൻഡ് കമ്മീഷൻ ആയിരുന്നു. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ മൾട്ടി മെമ്പർ കമ്മീഷൻ ആയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കൊണ്ടുവരുന്നത്. പിന്നീട് 2003 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ബൈഫോക്കേറ്റ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 338A പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ SC, ആർട്ടിക്കിൾ 338A പ്രകാരം ആർട്ടിക്കിൾ 338 പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ SCയും ആർട്ടിക്കിൾ 338A പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ STയും എന്നുള്ള രീതിയിൽ രണ്ട് സെപ്പറേറ്റ് എന്ത് വരുന്നു? കമ്മീഷൻസിനെ ഉണ്ടാക്കുന്നു. ഇനി അതിന്റെ താഴെ ഒരെണ്ണം കൂടെ ഉണ്ട്, 338B, ദാറ്റ് ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഓക്കെ, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തപ്പി കണ്ടുപിടിക്കാം. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അണ്ടർ ആർട്ടിക്കിൾ 338B. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 338 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. 1, 2 and 3 ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ D ആണ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഭരണഘടനാ ഭേദഗതി പാർട്ട് 20 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 20 ആർട്ടിക്കിൾ 368 ആണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഈദർ ഹൗസ് ഓഫ് പാർലമെന്റ്. ട്രൂ. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഏത് ഹൗസിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡസ് നോട്ട് റിക്വയർ ദ പ്രയോർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, അത് ശരിയാണോ? ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്ക് പ്രസിഡന്റിന്റെ പ്രയോർ റെക്കമെൻഡേഷന്റെ ആവശ്യം ഇല്ല. ക്യാൻ ബി പാസ്ഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ്. ഓക്കെ, അല്ല, അത് തെറ്റാണ്. നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു മെജോറിറ്റി ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന മെജോറിറ്റി. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ ഹൗസ് പ്ലസ് 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഏത് ഹൗസിലാണോ വോട്ടിനിടുന്നത് അവിടുത്തെ ഹൗസിന്റെ മെജോറിറ്റിയും അതുകൂടാതെ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകളുടെ 2/3 മെജോറിറ്റിയും ചേരുന്ന മെജോറിറ്റിയെ വേണം എന്ത് പാസ്സാവാൻ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാസ്സാവാൻ. ഓക്കെ, സോ സിമ്പിൾ മെജോറിറ്റി അല്ല, സ്പെഷ്യൽ മെജോറിറ്റിയിലായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലുകൾ പാസ്സാവുന്നത്. 3 തെറ്റാണ്. ക്യാൻ ബി പാസ്ഡ് ഇൻ എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് നോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. No joint sitting allowed for constitutional amendment bills and money bills. So അതും തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻസ് 1 and 2 ഓൺലി. ഓക്കെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രം ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, which of the following statements about the emergency provisions in the Indian constitutions are correct? Okay, President can declare a national emergency on the written recommendation of Union Cabinet. Okay, അത് കറക്റ്റ് ആണ്. ഓക്കെ, 1978 44th അമെൻമെന്റ് ആക്ട് പ്രകാരം ആ ആക്ട് അമെൻമെന്റിന് ശേഷം ഓക്കെ വെറുതെ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല?
അതായത് പ്രൈം മിനിസ്റ്റർ പോയിട്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റിനെ തട്ടി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നാളെ എന്ത് ഡിക്ലെയർ ചെയ്യണം, എമർജൻസി ഡിക്ലെയർ ചെയ്യണം, അതിനുള്ള കത്ത് എവിടെയെന്ന് ചോദിച്ചു. കത്ത് കൊടുത്തയച്ചപ്പോൾ കത്തിനകത്ത് ഇങ്ങനെയാണ് പറയപ്പെടുന്ന കഥയാണ്, അതിനാരും പൊളിറ്റൈസ് ചെയ്യൊന്നും ആവശ്യമില്ല. അതിനകത്ത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചോദിച്ചു, മാഡം പ്രൈം മിനിസ്റ്റർ വെർ ആർ ദ സിഗ്നേച്ചേഴ്സ് ഓഫ് യുവർ കൊലീഗ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് കാര്യമാക്കണ്ട, നിങ്ങൾ അത് ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 42nd അമെൻമെന്റ് ആക്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എമർജൻസിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ കേടുകളും തീർക്കാൻ വേണ്ടിയിട്ടാണ് 44th അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനൊരു പ്രൊവിഷനും കൂടെ വെച്ചു. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് മാറ്റി നമ്മൾ ആംഡ് റിബലിയൻ എന്നുള്ള ഒരു കാരണത്തിന്റെ പേരിലാക്കി. നമുക്ക് 2 തരത്തിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ, അതിനെ നമ്മൾ എക്സ്റ്റേണൽ എമർജൻസി എന്ന് വിളിക്കും. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ ആംഡ് റിബലിയൻ എന്നാക്കി മാറ്റി. ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ആയുധമെടുത്ത് പോരാടുമ്പോൾ നമുക്ക് എന്ത് ഡിക്ലെയർ ചെയ്യാം? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം എന്നുള്ള പേരിലേക്ക് ആക്കി മാറ്റി. അതുകൂടാതെ നമ്മൾ കൊണ്ടുവന്ന ഒരു സേഫ്റ്റി മെഷറാണ് എന്ത്? പ്രസിഡന്റ് മസ്റ്റ് ആക്ട് ഓൺലി ഓൺ ദ റിട്ടൺ അഡ്വൈസ് ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ്. യൂണിയൻ ക്യാബിനറ്റ്, പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, യൂണിയൻ ക്യാബിനറ്റ് എൻറ്റയർലി എഴുതി ഒപ്പിട്ടിട്ട് ആർക്ക് കൊടുക്കണം? പ്രസിഡന്റിന് ആ ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറയുന്ന എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഡ്യൂറിങ് എ സ്റ്റേറ്റ് എമർജൻസി the president can take over all the functions of a state government. ശരിയാണ്. അതിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സംസ്ഥാനത്തെ ഭരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സംസ്ഥാനത്തെ ഭരണത്തെ പിരിച്ചുവിട്ട് ആ ഭരണം ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രൊവിഷനാണ് പ്രസിഡന്റ്സ് റൂൾ, അല്ലെങ്കിൽ നമ്മൾ കൊളോക്കിയൽ ടേംസിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കുന്നത്. സോ പ്രസിഡന്റ് എല്ലാ പവേഴ്സും അക്വയർ ചെയ്യും. എ ഫിനാൻഷ്യൽ എമർജൻസി ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ 3 occasions. ഈ പറഞ്ഞിരിക്കുന്ന 3 എമർജൻസികൾ, ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന 3 എമർജൻസികൾ 352, 350 മുതൽ പറഞ്ഞിരിക്കുന്ന 3 എമർജൻസികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള എമർജൻസിയാണ് എന്ത്? ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. അത് എൻറ്റയർ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ ബാധിക്കുന്ന, അതിപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ ആണെങ്കിലും ശരി, എല്ലാ തരത്തിലുള്ള ഈവൻ ജഡ്ജസിന്റെ ശമ്പളം വരെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. Fundamental rights are suspended during a national emergency except for Article 20 and 21. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് എന്നാണ് കേട്ടോ കറക്റ്റ് വാക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ enforcement of fundamental rights can be suspended during a national emergency except Article 20 and 21. 20ലെയും 21ലെ again നമ്മൾ നേരത്തെ പറഞ്ഞ 44th അമെൻമെന്റ് ആക്ടിലാണ് നമ്മൾ അങ്ങനൊരു സേഫ് ഗാർഡ് കൊണ്ടുവരുന്നത്. പ്രൊട്ടക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ഒഫൻസസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈവൻ ഡ്യൂറിങ് നാഷണൽ എമർജൻസി പോലും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയത് എപ്പോഴാണ്? ഈ ഒരു 44th അമെൻമെന്റിലൂടെ തന്നെയാണ്. എഗെയിൻ അതൊരു സേഫ് ഗാർഡ് വെച്ചത്. അപ്പോൾ 44th അമെൻമെന്റ് ആക്ട് എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് 3 സേഫ് ഗാർഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് മാറ്റി ആംഡ് റിബലിയൻ എന്നാക്കി മാറ്റി. രണ്ടാമത്തെ കാര്യം, ക്യാബിനറ്റിന്റെ റിട്ടൺ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ പ്രസിഡന്റിന് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാക്കി. ആർട്ടിക്കിൾ 20ലും 21ലും പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റ് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യവും കൊണ്ടുവന്നു. അപ്പോൾ ഇതും ട്രൂ ആണ്. 1, 2 and 4. 1, 2 and 4 are the right answers. Parliamentary form of government. നോക്കാം. പ്രസിഡന്റ് ഈസ് ദ നോമിനൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. ശരിയാണ്, നമ്മൾ പറഞ്ഞു നമുക്ക് 2 ഹെഡ്സ് ഉണ്ട്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റും. അതിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തെ നമ്മൾ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ ആണ്, അദ്ദേഹത്തെ നമ്മൾ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. ശരിയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. യെസ്, ഡെഫിനറ്റ്ലി. കാരണം ലോക്സഭ ആണ് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇരിക്കുന്നത്. സോ ജനങ്ങളെ ഭരിക്കേണ്ടവർ ആർക്ക് റെസ്പോൺസിബിൾ ആയിരിക്കണം? ജനങ്ങളുടെ പ്രതിനിധികൾക്ക്. ദാറ്റ് മീൻസ് ജനങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിരിക്കണം. ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദ റിയൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. യെസ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ദ ജുഡീഷ്യറി ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ലെജിസ്ലേച്ചർ. ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ദ ലെജിസ്ലേച്ചർ. അതിന് ആക്ച്വലി എന്തുമായി ബന്ധമില്ല?
ഈ പാർലമെന്റിന്റെ ആ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് സെപ്പറേഷൻ ഓഫ് പവറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ ആൻസർ ചെയ്ത് പോകുന്ന സമയത്ത് മേ ബി അത് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ടീവുമായിട്ടും ലെജിസ്ലേച്ചറുമായിട്ടും ഒന്നും ബന്ധമില്ലല്ലോ, അത് പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല, ഓക്കെ, നമ്മൾ അത് വേറെ സെപ്പറേഷൻ ഓഫ് പവറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഓപ്ഷൻ 1, 2 and 3 ആർ ദ റൈറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 1, 2 and 3. ഓക്കെ, സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു എല്ലാ മേഖലകളിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോപ്പ് യു ഗോട്ട് സംതിങ്. സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.